പോകുന്ന വഴിയിൽ ദേ ഇങ്ങനെ ഒന്ന് സമാധാനവും സമയവും പോയത് പിന്നെ പറയണ്ടല്ലോ. ഒന്ന് വെറുതെ കറങ്ങാൻ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞിറങ്ങിയതാണ്. ആദ്യം എത്തിയതോ ഊട്ടിയിലേക്ക്. ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 5 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. ഒരുപാട് തവണ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് സൺറൈസ് ഊട്ടിയിൽ നിന്ന് കാണുന്നത്. അടുത്ത കുറി നിങ്ങൾ ഊട്ടിയിൽ പോകുമ്പോൾ ഈ സൺറൈസ് കാണാൻ എന്തായാലും മറക്കണ്ട. ഇതിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. മേട്ടുപ്പാളയത്തെയും ഊട്ടിയെയും ബന്ധിപ്പിക്കുന്ന 46 കിലോമീറ്റർ 4.5 മണിക്കൂർ യാത്രയിൽ 16 തുരങ്കങ്ങളും 250 പാലങ്ങളും 208 വളവുകളും ഉൾക്കൊള്ളുന്ന ഒരു യാത്രയാണ്. 1908 ഇതിന്റെ നിർമ്മാണം. അതുപോലെ തന്നെ ഇത് സ്റ്റീം എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലുമാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് രാവിലെ 7:45 ആദ്യ ട്രെയിൻ. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയം തന്നെയാണ്. കാരണം ഇവിടെ തിരക്ക് വളരെ കുറവാണ്. പ്ലാൻ ഊട്ടിയിലേക്ക് പോകാനായിരുന്നില്ല. ഊട്ടിയിലെ തണുപ്പെല്ലാം ആസ്വദിച്ച് മേട്ടുപ്പാളയം ചുരമിറങ്ങുകയാണ് ഇന്നത്തെ യാത്ര. ഒരു റോഡ് ട്രിപ്പാണ്. ഈ ട്രിപ്പിൽ നമ്മൾ 3 ചുരങ്ങളിലൂടെയാണ് പോകുന്നത്. ജമ്പൂരിൽ നിന്ന് ഇറങ്ങി ഊട്ടി മേട്ടുപ്പാളയം വഴി സത്യമംഗലം ചാമരാജനഗർ വഴി ഗുണ്ടൽപേട്ട് വന്ന് ഗൂഡല്ലൂർ വഴി നിലമ്പൂരിലേക്ക്. വരുന്ന വഴികളും സ്ഥലങ്ങളും വളരെ വ്യത്യസ്തമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് മടങ്ങി വരാം.